ലവ് യു ടീച്ചർ എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 6 ആണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ എപ്പിസോഡ് 1 to 5 എന്റെ വീഡിയോ സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾക്കത് കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കണം. ഈ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. സോ എന്റെ ഈ ചാനലിൽ പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റിൽ നിന്ന് വീഡിയോ കണ്ടാൽ നേരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കാണാൻ പറ്റും. സോ അധികം താമസിക്കാതെ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ പോപ്മെക്കിനെയും ജീനിയാണ് കാണിക്കുന്നത്. ആൻഡ് പോപ്മെക്ക് ആണെങ്കിൽ ഗിറ്റാറിൽ ഇങ്ങനെ പ്ലേ ചെയ്യാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജി ഓരോ ടൂൺസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ട് പറഞ്ഞു കൊടുക്കുന്നത് പെട്ടെന്ന് പോപ്മെക്കിന് ചെയ്യാൻ കിട്ടുന്നില്ല. ആ ടൈമിൽ ജി ചോദിക്കുന്നുണ്ട്, എടാ നീ എത്ര സ്മൂത്ത് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നാണ്, നീ എന്തിനു കിറ്റ് ചെയ്യാൻ പോയത്, എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പോപ്മെക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറയുവാണ്, ഒന്നുമില്ല, സ്കൂൾ കഴിഞ്ഞു പിന്നെ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി, ഞാൻ പിന്നെ നിർത്തി, അത്രേ ഉള്ളൂ, നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ജി പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ട്രൈ ചെയ്യാം, ട്രൈ ചെയ്താൽ കിട്ടാതിരിക്കില്ല, നീ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ പെട്ടെന്ന് പോപ്മെക്കിൽ ഒരു കോള് വരുവാണ്. ആൻഡ് പോപ്മെക്ക് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അവന്റെ അമ്മയാണ്. അവന്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ നിന്റെ കോണ്ടോയുടെ മുമ്പിൽ നിൽപ്പുണ്ട്, അതുകൊണ്ട് വേഗം നിന്റെ റൂമിന് മുമ്പിലാണ് ഞാൻ, വേഗം കഥ തുറക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് പോപ്മെക്കാണെങ്കിൽ ഞെട്ടുന്നുണ്ടേ. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇവിടെ ഇല്ലേ, പക്ഷെ നിന്റെ റൂമിനകത്തുനിന്ന്, അതായത് നിന്റെ വീട്ടിനകത്തുനിന്ന് ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇനി വല്ല കള്ളനുമാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്പോട്ടിൽ ഇപ്പുറത്തെ ഡോറ് തുറക്കുവാണ്. നമ്മുടെ സോളാറാണ് ഡോർ തുറക്കുന്നത്. സോളാറകത്ത് എന്തോ പരിപാടിയായിരുന്നു, അതുകൊണ്ട് ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പോപ്മെക്കിന്റെ അമ്മ വിചാരിക്കുന്നത് ഇതെന്തോ മെയിൻ്റെനൻസ് വർക്കിന് വന്ന ആളാണെന്നാണ്. ആൻഡ് അമ്മ ചോദിക്കുന്നുണ്ട്, നീ മെയിൻ്റെനൻസ് വർക്കിന് വന്നാണോ എന്ന്. അവിടെ കട്ട് ചെയ്ത് നേരെ ഇപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ പോപ്മെക്കിനെയും ജീനയാണ്. അവരാണെങ്കിൽ ധൃതിപ്പെട്ടിട്ട് വേഗം കാറിലേക്ക് കയറുവാണ്. കാറിലേക്ക് കയറുമ്പോൾ നമ്മുടെ പോപ്മെക്ക് എങ്ങനെയെന്ന് വെച്ചാൽ വേഗം കയറി ഗിറ്റാറൊക്കെ ബാക്കിലേക്ക് എറിഞ്ഞു. ബട്ട് നമ്മുടെ ജിക്കാണ് ചെറിയ OCD പ്രശ്നം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ജി പറയുന്നുണ്ട്, എടാ ഒന്നും മര്യാദയ്ക്ക് ഇരിക്കടാ, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ലടാ എന്ന് പറയുമ്പോൾ, എടാ ഇപ്പം നിന്റെ OCD അസുഖം ശരിയാക്കാനുള്ള സമയമല്ല, ഒന്ന് വേഗം പോ, പ്രശ്നമാണെന്ന്. അപ്പം നമ്മുടെ ജി ചോദിക്കുന്നുണ്ട്, എടാ ഇതിന് മാത്രം പ്രശ്നം എന്താ, വീട്ടിലിപ്പോൾ സണ്ണല്ലല്ലോ, സോളാർ തന്നെയല്ലേ ഉള്ളേ, പിന്നെന്താ കുഴപ്പം. അന്നേരം പറയുന്നുണ്ട്, എടാ എൻ്റെ അമ്മേനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാനൊരു ആണിനെയാണ് ഡേറ്റ് ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് എനിക്കുള്ളതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന്. ആൻഡ് അവിടുന്ന് കട്ട് ചെയ്ത് നേരെ ഇപ്പുറത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീടിനകത്തേക്ക് നമ്മുടെ അമ്മേനെ കയറ്റി നമ്മുടെ സോളാർ. ആൻഡ് അമ്മയാണെങ്കിൽ വീടെല്ലാം ഇങ്ങനെ നോക്കി പോകുമ്പോൾ നമ്മുടെ സൺ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, സോളാർ പതുക്കെ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുവാണ്. ആൻഡ് ആ ടൈമിൽ ഈ പോപ്മെക്കിന്റെ അമ്മയാണെങ്കിൽ വീടിന്റെ ഓരോ പരിസരം ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കാം, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടൈമിൽ നമ്മുടെ സോളാർ പറയുന്നുണ്ട്, ഞാൻ മെയിൻ്റെനൻസ് വർക്കിനായിട്ട് വന്ന ആളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്മെക്കിന്റെ അമ്മ പറയുന്നുണ്ട്, ഓ അപ്പോൾ ഫ്രണ്ട് ആയിരിക്കും അല്ലേ, ഞാൻ ഇന്ന് അവനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറയാണ്ട് വന്നാന്ന്, എനിക്കിന്ന് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂടെ മീറ്റ് ചെയ്യണം, എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ എന്തായാലും ഒരു ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടീനെ ആയിരിക്കും സെറ്റാക്കിയിട്ടുണ്ടാവുക, അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ ഇങ്ങനെ കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി നേരെ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഇവരിങ്ങനെ പുറത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പോപ്മെക്കിൻ്റെയും സോളാറിൻ്റെയും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് എല്ലാം അവിടെ ഇങ്ങനെ ഒന്നിച്ച്, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ബോയ് ഫ്രണ്ട്സ് ആണ്, ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ഫോട്ടോയിലേക്ക് നോക്കി ഈ അമ്മ, നമ്മുടെ പോപ്മെക്കിൻ്റെ അമ്മ നമ്മുടെ സോളാറിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അവിടുന്ന് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ഈ ഫ്ലാഷ് ബാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീനോട് പോപ്മെക്ക് പറയുന്ന പോലെയാണ്. അതായത് പണ്ട് ഇവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവന്റെ അമ്മ ഇവനെ സ്കൂളിൽ ചേർത്തിട്ട് തിരിച്ചു വരുമ്പോൾ പുറത്ത് എന്തോ ഒരു സാധനം വിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ പോലത്തെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇത് പെണ്ണാണോ ആണാണോ. അപ്പൊ നമ്മുടെ പോപ്മെക്ക് പറഞ്ഞിട്ട്, അമ്മയെ മിണ്ടാതിരിക്കുക, എന്തെങ്കിലൊന്നും പറയാതെ എന്ന്. ആൻഡ് കൂടെ വേറൊരു പെണ്ണുങ്ങളും ഉണ്ട്. എന്നിട്ട് ഇവന്റെ അമ്മ ആ പെണ്ണുങ്ങളോട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഓരോ ആൾക്കാരെ, അതായത് അതിൽ നിന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ അമ്മ ഇതിനൊക്കെ എതിരാണ്, ഈ ട്രാൻസ്ജെൻഡേഴ്സ്, ഗേ, ലെസ്ബിയൻസ് ഇങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം ഇവന്റെ അമ്മ എതിരാണ് എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. ആൻഡ് നമ്മുടെ ജീനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോപ്മെക്ക്. ഇവരിപ്പോൾ വണ്ടിയിൽ തന്നെയാണ്, നമ്മൾ ആ സീനിലേക്കാണ് കാണിക്കുന്നത്, ഇവർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആൻഡ് ആ ടൈമിൽ പോപ്മെക്ക് പറയുന്നുണ്ട്, ഈ ഒരു കാരണം, ആ ഒരു പെണ്ണുങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം എൻ്റെ അമ്മ എന്നെ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്ന് കൂട്ടിക്കൊണ്ടുവരും, കാരണം ഞാൻ അതുപോലത്തെ ആൾക്കാരോടൊന്നും കൂട്ടുകൂടാണ്ടിരിക്കാൻ. അപ്പം നമ്മുടെ ജി പറയുന്നുണ്ട്, അത് അന്തക്കാലം ഇത് ഇന്തക്കാലം, അതായത് എന്തായാലും കാലം മാറി, നിന്റെ അമ്മ ഒരുപാട് ഇതൊക്കെ ഇപ്പം നമ്മുടെ ഇവിടേക്ക് ഇത് സർവ്വസാധാരണമാണ്, അതുകൊണ്ട് നിന്റെ അമ്മ ഇതിനോട് ഒരുപാട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. സോ നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്മെക്ക് പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മയല്ല എൻ്റെ അമ്മ, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് അല്ല പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സീൻ കട്ട് ചെയ്ത് അടുത്ത സീൻ കാണിക്കാൻ നേരെ വീട്ടിലാണ്. അങ്ങനെ നമ്മുടെ സോളാർ കുറ്റസമ്മതം നടത്തുന്നു, ഞാൻ പോപ്മെക്കിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. ആൻഡ് നമ്മളവിടെ പ്രതീക്ഷിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് പോപ്മെക്കിന്റെ അമ്മയിൽ നിന്നും ഉണ്ടാവുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തവും ഭയങ്കര സ്നേഹവും ഭയങ്കര പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടാണ് ക്യൂട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സോളാർ ആണെങ്കിൽ ആകെ ഒന്നിങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. കാരണം പോപ്മെക്ക് പറഞ്ഞിട്ടുള്ള അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോപ്മെക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജീനോട് തന്നെ നമ്മൾ പറയുന്നത് കേട്ടു, അതുപോലെ തന്നെയാണ് നമ്മുടെ സോളാറിനോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ആൻഡ് സോളാറിനെ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ സോളാർ പറഞ്ഞു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ. ഫ്രിഡ്ജ് തുറന്ന് സോളാർ എന്തോ ജ്യൂസ് എടുക്കാമോ പുള്ളിക്കാരത്തി നേരെ ഒരു ബിയർ എടുത്ത് കുടിക്കുക തന്നെ. അതായത് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പുള്ളിക്കാരത്തി നല്ല മോഡേൺ ആണ്.
ആൻഡ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സോളാർ ആണെങ്കിൽ നോക്കുമ്പോൾ പുള്ളിക്കാരത്തി ചോദിക്കുന്നത് നിനക്കും വേണോ, നീ കുടിക്കാൻ വെച്ചിരുന്നാണോ? അപ്പോൾ നീ അല്ല എന്ന് പറയുന്നു ഞാൻ പണ്ടൊക്കെ ഇത് കുടിച്ചുകൊണ്ടിരുന്ന പോപ്മെക്ക് ഉണ്ടായതിനു ശേഷം എനിക്ക് കുറച്ച് ഒതുങ്ങേണ്ട വന്നതാണ്. അവൻ എവിടെ ജോലി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവും അല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പോപ്മെക്ക് ആണെങ്കിൽ കഥകും തള്ളി തുറന്ന് കയറി വരുവാണ്. നമ്മുടെ പോപ്മെക്കിന്റെ കയ്യിലാണ് ഒരു ഗിറ്റാറും ഉണ്ട്. ഈ ഗിറ്റാർ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഗിറ്റാറിലേക്ക് ഒന്ന് നോക്കി. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജി ഓടി വന്നിട്ട് അത് പിടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ ഗിറ്റാറാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സന്തോഷമായി ജീനെയും കൂടെ കണ്ടപ്പോൾ. കാരണം പണ്ട് മുതലേ മോനോട് ജിയുടെ കൂടെ നടക്കാനാണ് പറയാറ്. ആൻഡ് ജി നീ ഇവരുടെ കൂടെ തന്നെ ഉണ്ടോ, സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജിയും സുഖമാണെന്നൊക്കെ പറയുന്നു. ദെൻ അവിടുന്ന് നേരെ കട്ട് ചെയ്ത് ഇവർ നേരെ ഫുഡ് കഴിക്കുവാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നേ. ആൻഡ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇവന്റെ അമ്മയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ പോപ്മെക്ക് ഒരു ഓഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജിയും അവിടെ തന്നെ, അതായത് ഒരു വലിയ കമ്പനിയിൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ പോപ്മെക്ക് അങ്ങനെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ക്വിറ്റ് ചെയ്താണ്. ആൻഡ് അതവൻ്റെ അമ്മയ്ക്ക് അറിയില്ല. സോ നമ്മുടെ പോമ്മക്കിൻ്റെ അമ്മ ഇങ്ങനെ പറയണം എങ്ങനെ പോകുന്നു ജോലിയൊക്കെ. അപ്പോഴത്തേക്കും ജീവ് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ജോലി പോകുന്നു, ഓഡിറ്ററായിട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് കമ്പനിയുള്ളതെന്നൊക്കെ പറയുന്നു. ആ ടൈമിൽ നമ്മുടെ പോപ്മെക്കിൻ്റെ അമ്മ പറയുന്നു ഈ സോളാറിനെ കാണുമ്പം എനിക്ക് നമ്മുടെ പോപ്മെക്കിൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. അതായത് അവനും ഇതുപോലത്തെ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു, അവനും പാട്ടിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ ടൈമിൽ നമ്മുടെ പോപ്മെക്കിനെ കാണിച്ചിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഇവർ ഇതുപോലെ സ്കൂളിൽ എന്തോ ഒരു പാട്ട് സോങ്ങിൻ്റെ ഇങ്ങനത്തെ എന്തോ ഒരു പരിപാടിക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ട്രൂപ്പായിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുക. ആ ടൈമിൽ നമ്മുടെ പോപ്മെക്കിന്റെ അമ്മ അവനെ കോൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് പോപ്മെക്ക് കോള് കട്ടാക്കിയിട്ട് നേരെ സ്റ്റേജിലേക്ക് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ കൊണ്ട് ഫ്ലാഷ് ബാക്ക് എൻഡ് ചെയ്യുവാണ്. ഞാൻ ഇവന്റെ അമ്മ ഇവിടെ കണ്ടിന്യൂ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. പക്ഷെ പോപ്മെക്കിന് അത്ര വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വെറുതെ ഇത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവൻ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇതിനെപ്പറ്റി തന്നെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പോപ്മെക്ക് പറയുന്നുണ്ട് അമ്മയെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇതൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി നമ്മുടെ സോളാർ എന്ത് ഡെസേർട്ടാണ് ആൻറ്റിക്ക് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി അത് സെലക്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്മെക്കിനെ കാണിക്കുന്നുണ്ട്. പോപ്മെക്കിന് ഒരു സന്തോഷമില്ലാത്ത മുഖമാണ്. then അവിടെ കട്ട് ചെയ്ത് നമ്മുടെ പോപ്മെക്ക് ആണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പുറത്താണെങ്കിൽ ജിയും പോപ്മെക്കിന്റെ അമ്മയും കൂടെ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ സോളാർ നമ്മുടെ പോപ്മെക്കിന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ, കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോപ്മെക്ക് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഓക്കെ ആണ്. അപ്പോൾ സോളാർ പറഞ്ഞു എന്തോ ടെൻഷനുള്ള പോലെ തോന്നല്ലോ. അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഞാനൊരു ടീച്ചറാണെന്ന്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നീ സണ്ണായി മാറിയാലോ, ആ ഒരു ചെറിയ ടെൻഷനേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സോളാർ പറയുന്നുണ്ട് നിന്റെ അമ്മേനെ കണ്ടിട്ട് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നു. സോ പുള്ളിക്കാരത്തി പ്രശ്നമൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ പോപ്മെക്ക് പറയുന്നുണ്ട് നീ കാണുന്നതെല്ലാം അത്ര സത്യമൊന്നുമായിട്ട് നീ വിചാരിക്കേണ്ട. പുള്ളിക്കാരത്തി ഇപ്പം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പുള്ളിക്കാരത്തിയുടേതായ കുറച്ച് റീസൺസ് ഉണ്ടാവും, അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നു. ആൻഡ് ആ ടൈമിൽ ഇവർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ജി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് പോപ്മെക്ക് ഞാനെന്നാ പോയേക്കുക, എനിക്ക് പിള്ളേർ കുറച്ച് ഹോംവർക്ക് നോക്കി തീർക്കാനുണ്ടെന്ന്. ആ ടൈമിൽ പെട്ടെന്ന് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ജി പെട്ടെന്ന് പറഞ്ഞു ഐ മീൻ എനിക്ക് കുറച്ച് ഇന്റേൺസ് വന്നിട്ടുണ്ട്, അവരുടെ കുറച്ച് അക്കൗണ്ടിങ് വർക്ക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ പിന്നെ ഞാൻ പോയേക്കുവാണെന്ന് പറയുമ്പോൾ ആ പെണ്ണുങ്ങൾ അതായത് പോപ്മെക്കിന്റെ അമ്മയും പറയുന്നു ഓക്കെ ബൈ എന്ന് പറയുന്നു. തലനാടിലേക്ക് അവരങ്ങനെ രക്ഷപ്പെടുവാണേ. ആൻഡ് ആ ടൈമിൽ നമ്മുടെ പോപ്മെക്ക് അമ്മേനോട് ചോദിക്കുന്നുണ്ട് അമ്മ എപ്പോഴാണ് പോകുന്നത്, അമ്മ പോകുന്ന ടൈം പറയുവാണെങ്കിൽ ഞാൻ അമ്മേനെ കൊണ്ടുവിടാന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ട്വിസ്റ്റ് കാണിക്കുന്നത്. പുള്ളിക്കാരത്തി നേരെ ബാഗൊക്കെ എടുത്ത് കാണിച്ചിട്ട് കണ്ടോ ഞാൻ നിങ്ങളോട് 4 ദിവസം നിന്നിട്ടേ പോകത്തുള്ളൂ, കുറേ നാളായില്ലേ ഞാൻ ഉണ്ടാക്കിയ ഫുഡെല്ലാം കഴിച്ചിട്ട്, നിങ്ങൾക്ക് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി തന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ഇവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് വിഷമിക്കേണ്ട ഞാൻ സോഫയിൽ കിടന്നോളാം, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അമ്മേനെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ആകെ ടെൻഷനാണ്. ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ ഇന്ന് സോളറാണ് നാളെ സണ്ണാണ്, അത് അതിൽ വലുതായിട്ട് കുഴയും. നമ്മുടെ പോപ്മെക്ക് വേഗം പോയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുവാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ജിയും പ്രിൻസിപ്പാളും പോപ്മെക്കും ഉള്ള സ്പോഞ്ച് ബാത്ത് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. ഈ സ്പോഞ്ച് ബാത്ത് എന്നുള്ള സാധനം ഇവർ ഹെൽപ്പിന് യൂസ് ചെയ്യുന്ന വേറൊരു പേരാണ്. ആൻഡ് അവിടെ മെസ്സേജ് ഇടുവാണ് ഇങ്ങനെ കാര്യം പറയുവാന്ന്. അപ്പം നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നു ഒന്നും നോക്കണ്ട, വേഗം സോളാറിനെ പൊക്കി എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് വാ, ഉറങ്ങി എഴുന്നേൽക്കുമ്പം സണ്ണല്ലേ ഇത് സ്കൂളിലല്ലേ കുഴപ്പമില്ല, വീണ്ടും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നീ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി, അപ്പം അമ്മയ്ക്കും സംശയം തോന്നില്ല എന്ന്. അങ്ങനെ ആ പ്ലാൻ സക്സസ് ആക്കാൻ അവർ തീരുമാനിച്ചു. അതായത് രാത്രിയിൽ അമ്മ ഉറങ്ങിയ തക്കം നോക്കി നേരെ നമ്മുടെ പോപ്മെക്ക് സോളാറിനെ വിളിക്കാൻ പോകുമ്പോൾ സോളാർ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി അത് എഴുന്നേറ്റ സണ്ണായിരിക്കും, അതുകൊണ്ട് വേറെ വഴിയില്ല, എടുത്തോണ്ട് പോലെ വഴിയുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സണ്ണിനെ അതായത് സോളാറിനെ എടുത്തുകൊണ്ട് നേരെ സ്കൂളിലേക്ക് പോവാണ്. ആൻഡ് സ്കൂളിലെത്തി എന്നിട്ട് നമ്മുടെ പോപ്മെക്ക് വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ സ്കൂളിലെത്തി, എല്ലാം സക്സസ് ആണ്, പ്ലാൻ സക്സസ് ആയി എന്ന് പറയുമ്പോൾ നമ്മുടെ സണ്ണ് എഴുന്നേക്കുന്നുണ്ട്. സോളാറിലെ സണ്ണാണ് എഴുന്നേക്കുന്നത്. ചോദിക്കുന്നുണ്ട് അങ്കിളെ എന്ത് വൃത്തക്കേടായി ഒപ്പിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പത്തേക്കും പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് നമ്മളെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. നേരം വെളുത്തിട്ട് ഒച്ചനക്കൊന്നും കേൾക്കാത്തതുകൊണ്ട് പോപ്മെക്കിന്റെ അമ്മയാണ് അവന്റെ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ആൻഡ് പോപ്മെക്കിന്റെ അമ്മ ജസ്റ്റ് അവരുടെ ടേബിളിലൊക്കെ നോക്കുമ്പോൾ ഇവൻ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കുറച്ച് കാർഡൊക്കെ അവിടെ കാണുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ പോപ്മെക്ക് തലേ ദിവസം രാത്രി അത് പ്രിന്റ് ചെയ്ത് വെച്ചാണ് അമ്മേനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് പുള്ളിക്കാരത്തി ഇതൊക്കെ നോക്കിയിട്ട് നേരെ
വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നിന്ന് നേരെ സീൻ കെട്ടിയത് സ്കൂളാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പാൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് പോപ്മക്കിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സൺ ഓക്കെ അല്ലേ? പറയുന്നു പിന്നെ ഭയങ്കര ഓക്കെ. അപ്പൊ എന്താ അങ്ങനെ വർത്താനം, നിങ്ങളെ ടേബിളിലേക്ക് നോക്ക്. അപ്പൊ നോക്കുമ്പോൾ പ്രിൻസിപ്പാളിന്റെ ടേബിൾ ഫുള്ള് വരച്ച് അലങ്കോലാക്കിയിട്ടേക്ക് വന്ന്. ആൻഡ് പ്രിൻസിപ്പാൾ പറഞ്ഞു ഓ സാരമില്ല, ഇനി നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഇങ്ങനെ പോവാം, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, നിനക്ക് ഇനി ഇപ്പൊ അവനെ വീട്ടിൽ നിർത്താൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാം, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, അവൻ എന്റെ വീട്ടിൽ നിന്നോട്ടെ എന്ന് പറയുന്നു. ആൻഡ് ഇവർ ഈ പറയുന്നത് വേറൊരു കുട്ടി ഒളിച്ചെന്ന് കേൾക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഈ കുട്ടി ഓടിപ്പോയിട്ട് നമ്മുടെ സണ്ണിനോട് പറയുന്നുണ്ട്, അതായത് സൺ നീ ഇനി മുതൽ സിഗ്മയല്ല, കാരണം നിന്നെ ടീച്ചർ പോപ്മക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാൻ നോക്കുവാണ്, നീ ഇന്നു മുതൽ താമസിക്കുന്നത് പ്രിൻസിപ്പാളിന്റെ വീട്ടിലാണെന്ന് പറയുന്നു. ആൻഡ് പ്രിൻസിപ്പാൾ പെണ്ണാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു പെണ്ണുങ്ങളെ നോക്കുമ്പോൾ അങ്ങനെ പെണ്ണുങ്ങളുടെ വീട്ടിൽ അങ്ങനെ നിൽക്കും, ആന്റിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നീ സിഗ്മയല്ലെന്ന് പറയുന്നു. ആൻഡ് ഇവരാണെങ്കിൽ പിള്ളേരാണെങ്കിൽ എന്താ സത്യാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒളിഞ്ഞും പറഞ്ഞു ഇവരെന്താ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ പോപ്മക്കിന്റെ അമ്മയാണെങ്കിൽ എവിടെ പോകാൻ ഇറങ്ങി നിൽക്കുകയെന്നല്ലേ പറഞ്ഞേ. ആ ടൈമിൽ നമ്മുടെ ജി വരുന്നുണ്ട്. ആൻഡ് ജീന്റെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് പറയുന്നുണ്ട് മോനെ നീ എവിടെയെന്ന് പോകുന്നത്, എനിക്ക് നിന്റെ ഓഫീസ് വരെയാണെന്ന് പോകണമെന്ന്. അപ്പൊ ജി പറഞ്ഞു അയ്യോ എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരത്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി, ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നോളാന്ന്. ആൻഡ് അവരവിടുന്ന് പോവാണ്. ആൻഡ് പോകുന്ന സമയത്ത് ജി കുറേ നേരം കറക്കി 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 ബിസിയാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പെണ്ണുങ്ങൾ അമ്പിനും ബില്ലിനും എടുക്കുന്ന ലക്ഷണമില്ല. ആൻഡ് പറയുന്നുണ്ട് അമ്മേ, അതായത് ഓഫീസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അങ്ങനെ കേറ്റൂല. അപ്പൊ പറയുന്നു അതൊന്നും പ്രശ്നമല്ല, നീ അവിടുത്തെ ജോലിക്കാരനല്ലേ, നീ ഒന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കേൾക്കാണ്ടിരിക്കില്ല, ഓൾസോ പോപ്മക്കിന്റെ അമ്മയാണെന്നും പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. നീ വർത്തി കേട്ട് നമ്മുടെ ജി അങ്ങനെ ആ പോപ്മക്ക് ടൈപ്പ് ചെയ്ത് വെച്ച് അവിടുത്തെ ഒരു ഫേമസ് ഒരു കമ്പനിയിലേക്ക് കൊണ്ടുപോവാണ്. ആ കമ്പനിയുടെ പുറത്ത് തന്നെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ഒബ്വിയസ്ലി ജീനെ അവർക്ക് അറിയില്ല. അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജിക്കാണെങ്കിൽ അമ്മ കേൾക്കൂലേ, അപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ പുതിയതായോണ്ടായിരിക്കും സെക്യൂരിറ്റി, ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് കൈക്കൂലി പോലെ കയറ്റി വിടാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്യൂരിറ്റി നല്ല മനുഷ്യനായിട്ട് കയറ്റി വിട്ടു. ആൻഡ് കയറ്റി വിട്ട് അകത്ത് നിന്നപ്പോൾ അകത്ത് വേറൊരു സെക്യൂരിറ്റി ചെക്കിങ്. ആൻഡ് അവിടെ കാർഡ് കാണിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ജി പറയുന്നു ഞാൻ കാർഡ് എടുക്കാൻ മറന്നുപോയി, ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞു സോറി സാർ കാർഡ് ഇല്ലാതെ കയറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പോപ്മക്കിന്റെ അമ്മ പറയുന്നു അത് പേടിക്കണ്ട, എന്റെ മോന്റെ കാർഡ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആ വീട്ടിൽ നിന്ന് എടുത്തിയ ആ ഒരു കള്ളക്കാർഡ് ഉണ്ടല്ലോ നമ്മുടെ പോപ്മക്ക് ഉണ്ടാക്കി വെച്ചേ, അത് കൊടുക്കുന്നു. ഇത് സെക്യൂരിറ്റി നോക്കിയിട്ട് ഇത് കള്ളത്തരമാണല്ലോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ജിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, വിഷയം മാറ്റാൻ അവൻ ആ ഒരു ടെമ്പോ എത്ര സംഭവം വെച്ചിട്ടുണ്ട് അവിടെ, അതായത് എന്താ പറയുന്നത് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ആൻഡ് അത് ഇടിച്ചങ്ങ് തകർത്തങ്ങ് അകത്തേക്ക് കയറണം, ആ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനം. അപ്പൊ പിന്നെ അവിടെ കേസായല്ലോ, അതിക്രമിച്ച് കയറിയതല്ലേ. ആൻഡ് ഇത് നമ്മുടെ ജി ആണെങ്കിൽ പോപ്മക്കിനെ വിളിച്ചിട്ട് പറയുവാണ്. അപ്പൊ ആ പോപ്മക്കിനാണെങ്കിൽ ടെൻഷൻ മൂത്തിട്ട് പോപ്മക്ക് പെട്ടെന്ന് വേഗം ഓടി വരുവാണ്. ആൻഡ് പോപ്മക്ക് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പാളിനോട് പറയുന്നുണ്ട് സണ്ണിനെ നോക്കിക്കോണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ആ പിള്ളേര് കാണുന്നുണ്ട്. അപ്പൊ പ്രിൻസിപ്പാളിനോട് പറഞ്ഞല്ലോ സണ്ണിനെ നോക്കിക്കോണം. അപ്പൊ പിള്ളേർ വന്ന് കണ്ടോ ടീച്ചർ പോപ്മക്ക് ഓടി രക്ഷപ്പെടുവാണ്, നിന്നെ പ്രിൻസിപ്പാളിന്റെ അടുത്ത് ആക്കിയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സണ്ണും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അങ്ങോട്ട്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ പോപ്മക്കിന്റെ അമ്മ ഉണ്ടല്ലോ, അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ജീന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ജി നീ ഒരു ടീച്ചറല്ലേ, എലിമെന്ററി സ്കൂളിലെ ഒരു ടീച്ചറല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ജി പറയുന്നത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അവന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് സ്കൂളിന്റെ എംബ്ലോ അടുത്ത ടീച്ചറുമാണെന്ന്. ആൻഡ് ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് നീ വീട്ടുകാരോട് പറയാണ്ടല്ലേ പരിപാടിക്ക് ഇറങ്ങി, പക്ഷെ സാരമില്ല, അതായത് അഡൾട്ട്സ് ആയിട്ടുള്ള എൽഡേഴ്സിനൊക്കെ കുറച്ച് സീക്രട്സ് ഒക്കെ വെക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ നിന്റെ വീട്ടിൽ പറയത്തൊന്നുമില്ല, നീ ഏത് ജോലിയിലാണ് ഹാപ്പി ആയിട്ടുള്ളത് ആ ജോലി തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ജിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ പോപ്മക്ക് അങ്ങോട്ട് ഓടി വരുന്നതാണ്. അപ്പൊ ജി പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മ പോയി എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ജി പറയുന്നുണ്ട് എടാ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, നീയും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ അക്സെപ്റ്റ് ചെയ്യും, കാരണം പുള്ളിക്കാരത്തി ഞാൻ പറഞ്ഞപ്പോൾ പോലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ പോപ്മക്ക് പറയുന്നത് പൊന്നു മോനെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ അത്ര പറഞ്ഞു. അപ്പോഴത്തേക്കും അവർക്കൊരു കോൾ വരുവാണ്. കോൾ ആരെന്ന് വെച്ചാൽ പ്രിൻസിപ്പാളാണ്. പറയുന്നുണ്ട് നമ്മുടെ സണ്ണിനെ കാണുന്നില്ല, സണ്ണ് സ്കൂളിൽ നിന്ന് പോയി എന്ന് പറയുന്നു. ആൻഡ് നമ്മുടെ പോപ്മക്കും ജി അവിടെ ഞെട്ടി നിൽക്കുവാണേ. നമ്മുടെ സണ്ണാണ് നേരെ പോപ്മക്കിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ബട്ട് അവിടെയാണ് അമ്മയുണ്ട്, സണ്ണായിട്ട് കണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് പോപ്മക്ക് എന്ത് ചെയ്യുന്നു വേഗം ഓടി പോവാണ്. ആൻഡ് പോപ്മക്ക് ഓടി വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പോപ്മക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ണും കൊണ്ട് ഓടിച്ച് സണ്ണിനെ തപ്പുവാണ്. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ജോലി നേരത്തെ കഴിഞ്ഞു, നീ നേരത്തെ വന്നു എന്ന് ചോദിക്കുമ്പോൾ പോപ്മക്ക് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ പോപ്മക്ക് ആരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അമ്മ ചോദിക്കുന്നുണ്ട് നീ ആരെ തപ്പിക്കൊണ്ടിരിക്കുന്നേ, ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സണ്ണ് ഓടി വീട്ടിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്കിൾ അപ്പം എന്നെ ഇവിടെ ഇട്ടിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു അല്ലേ, ഞാൻ സമ്മതിക്കൂല, ഏതാ ഈ ആന്റിക്ക് വേണ്ടിയിട്ടാണോ അങ്കിൾ എന്നെ ഇട്ടിട്ട് പോണേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോപ്മക്കിന് അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടപ്പോൾ പോപ്മക്കിന്റെ അമ്മയ്ക്ക് ആകെ സംശയമായി. പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി പോപ്മക്കിന്റെ അടുത്ത് വേറെ യാതൊരു വഴിയില്ല, സത്യങ്ങൾ തുറന്നു പറയണം. അങ്ങനെ പോപ്മക്ക് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തീരുമാനിച്ചു.
അങ്ങനെ അമ്മയോട് സത്യങ്ങളെല്ലാം പറയുവാണ്. ആൻഡ് ഈ പുള്ളിക്കാരത്തി ഒരു അത്ഭുതത്തോടെ കേട്ടോണ്ടിരിക്കുക, ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിൽ. ആൻഡ് പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് സാരമില്ല മോനെ, മനുഷ്യന്റെ വിധിയാണ്, പക്ഷെ ഇതൊക്കെ ഇനി ശരിയാക്കി എടുക്കാൻ പറ്റും, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ പോപ്മക്ക് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം അമ്മ പണ്ട് മുതലേ എല്ലാത്തിനും എതിരായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മേനോടൊന്നും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറയുന്നു, മോനെ പണ്ട് നീ ചെറുതായിരുന്നു, നിനക്ക് നിന്റെ സെക്ഷുവാലിറ്റി നീ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ആ ടൈമിൽ അതുപോലുള്ള ആൾക്കാരോട് കൂട്ടുകൂടിയാൽ നീ ഇപ്പം അങ്ങനെ അല്ലെങ്കിലും നീ അങ്ങനെയാണെന്ന് നീ വിചാരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മ നിന്നെ പണ്ട് ഇതുപോലത്തെ ആൾക്കാരുടെ ഒന്നും കൂടെ കൂടാൻ സമ്മതിക്കാത്തത്. പക്ഷെ ഇപ്പൊ നീ വലുതായി, നിനക്ക് നിന്റെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ പോപ്മയ്ക്ക് സന്തോഷമാവുകയാണെ. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി ആണെങ്കിൽ നേരെ നമ്മുടെ സണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ പേരെന്താ, എത്ര വയസ്സായി, സണ്ണ് നല്ല മിടുക്കനാണല്ലോ, ഇങ്ങനെ തർക്കുത്തരൊന്നും പറയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പോപ്മയ്ക്ക് പറയുന്നുണ്ട്, വായ അടച്ചിരുന്ന ഇത്ര നല്ലൊരു കൊച്ചി പഞ്ചായത്തിലില്ല, പക്ഷെ വാ തുറന്നാൽ തീർന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സണ്ണിന് ദേഷ്യം വരുന്നുണ്ട്. സണ്ണ് പറഞ്ഞുകൊണ്ട്, ഞാൻ നല്ല കുട്ടിയാ, ഈ അങ്കിൾ ഒരു ടീച്ചറായിട്ട് പോലും ഈ അങ്കിളിന് പിള്ളേരൊന്നും നേരെ നോക്കുന്നില്ലെന്ന്. പക്ഷെ ഇത് കൊച്ചു പറയുന്നതല്ലേ, അതുകൊണ്ട് പുള്ളിക്കാരത്തി ഇത് കാര്യമാക്കുന്നില്ല. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ സണ്ണാണെങ്കിൽ എഴുന്നേറ്റ് പോയിട്ട് ഈ പോപ്മയ്ക്കിൻ്റെ ടാഗ് എടുത്തിട്ട് കാണിക്കുന്നുണ്ട്, കണ്ടോ ടീച്ചറാണ് ഈ അങ്കിള്, എന്നിട്ട് ഈ അങ്കിൾ ഇങ്ങനെയല്ല എന്നെ പറ്റി പറയുന്നത്, ഏതെങ്കിലും ടീച്ചർമാർക്ക് പിള്ളേരെ പറ്റി ഇങ്ങനെ പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് പുള്ളിക്കാരത്തി ആ ടാഗ് മേടിച്ച് നോക്കുന്നത്. ഞാൻ ചോദിക്കുന്നുണ്ട്, പോപ്മെക് അപ്പം നീ ടീച്ചറായിരുന്നു, നീ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഓഡിറ്ററായി വർക്ക് ചെയ്യുവാണെന്നല്ലേ എന്നോട് പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ ഇതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പോപ്മെക് പറയുന്നുണ്ട്, ഞാൻ ഓഡിറ്റർ ആയിരുന്നു, ഞാൻ ജോലി ക്വിറ്റ് ചെയ്താന്ന്. അപ്പോഴത്തേക്കും പോപ്മെക്കിൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പറയുന്നു, നീ ഇന്ന് തന്നെ ഈ ടീച്ചറിൻ്റെ ജോലി ക്വിറ്റ് ചെയ്തിട്ട് നാളെ തൊട്ട് പഴയ ജോലിയിലേക്ക് തന്നെ പൊക്കോളണം എന്ന് പറഞ്ഞിട്ട് പോപ്മെക്ക് ഇങ്ങനെ പിടിച്ച് കുലുക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ടൈമിൽ പോപ്മെക്കിൻ്റെ കൺട്രോൾ പോയിട്ട്, ആ ടൈമിൽ നമ്മുടെ സണ്ണിനെ കാണിക്കുന്നുണ്ട്. സണ്ണിന് എന്തൊക്കെ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്. അതിൻ്റെ ടൈമിൽ പോപ്മയ്ക്ക് കൺട്രോൾ പോയിട്ട് ചോദിക്കുക, അമ്മയ്ക്ക് ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് ഇതുപോലെ ഫോഴ്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റും, ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ജീവിച്ചോട്ടെ എന്ന് പറയുന്നു. അപ്പം ഈ പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്ത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ പോപ്മയ്ക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മ ഇങ്ങനെ തന്നെയാണ്, ഒരിക്കലും എൻ്റെ ഇഷ്ടം നോക്കാറില്ല, ജിയും ടീച്ചറാണ്, അവൻ എന്നെക്കാളും മിടുക്കനാണ്, എന്നെക്കാളും നന്നായി പഠിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ജിയും ഞാനും ഇപ്പോൾ ഒരേ പ്രൊഫഷനാണ്, എന്നിട്ട് അവൻ ഓക്കെയാണ്, അവനെ പ്രശ്നമില്ല അമ്മയ്ക്ക്, പക്ഷെ ഞാൻ ഈ പ്രൊഫഷനിലോട്ട് പോയത് അമ്മയ്ക്ക് അത്ര വലിയ പ്രശ്നം. ആൻഡ് അവസാനം എനിക്ക് അറിയാമായിരുന്നു അമ്മ ബാക്കി എല്ലാവരുടെ മക്കളോട് അമ്മ കരുണ കാണിക്കും, പക്ഷെ എന്നോട് മാത്രം അമ്മ എപ്പോഴും ക്രൂവലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ നമ്മുടെ സണ്ണിനെയും പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. ആൻഡ് പോമ്മക്കാണെങ്കിൽ തിരിച്ച് വണ്ടിയിൽ കയറി സണ്ണുകൊണ്ട് കൂടെ സ്പീഡിൽ വണ്ടി ഓടിക്കുക. അത് നമ്മുടെ സണ്ണിനാണെങ്കിൽ വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. സണ്ണ് പറയുന്നുണ്ട്, അങ്കിൾ എനിക്ക് പേടിയാവുന്നു, അങ്കിൾ പതുക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ പോപ്മക്ക് വണ്ടി ചവിട്ടി നിർത്തുവാണേ. ആൻഡ് പോപ്മക്ക് വേഗം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ആ ഗിറ്റാർ എടുത്തിട്ട് ആ റോഡിൻ്റെ സൈഡിലായിട്ട് ഇരുന്നിട്ട് സ്പീഡിൽ ഇങ്ങനെ ഗിറ്റാറിലൂടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഫോഴ്സിൽ വായിക്കുമ്പം കൈയൊക്കെ നല്ലോണം വേദന എടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ നേരെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. അതായത് ആ ഫസ്റ്റ് സീനിൽ കാണിച്ചൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നല്ലോ, അതായത് പോപ്മക്കിൻ്റെ കുട്ടിക്കാലത്ത് അവനിങ്ങനെ പാട്ട് പാടാൻ കയറുമ്പോൾ അമ്മയുടെ ഫോൺ കട്ടാക്കിയിട്ട് കയറുന്നത്, എന്നിട്ട് അവൻ കട്ടാക്കി കോള് കട്ടാക്കി അവൻ കയറി അവനവിടെ നല്ല രീതിയിൽ പാടുന്നു, പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് ഇവരുടെ പാട്ട് കേൾക്കുന്നു. അതായത് ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു കുട്ടിയായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ പോപ്മക്കിൻ്റെ അമ്മ അങ്ങോട്ട് കയറി വരുവാണ്. എന്നിട്ട് കയറി വന്നിട്ട്, നിന്നെ ഞാനൊരു ഇന്റർവ്യൂവിന് പറഞ്ഞു വിട്ടാലേ, നീ എന്നിട്ട് ഇവിടെ വന്ന് പാട്ടും കൂട്ടുമായിട്ട് നടക്കുവാണോ എന്നും ചോദിച്ച് പുള്ളിക്കാരത്തി സ്റ്റേജിൽ കയറി ഇവന്റെ ഗിറ്റാർ മേടിച്ച് നിലത്തടിച്ച് പൊട്ടിക്കുവാണ് അത്രയും പിള്ളേരുടെ മുമ്പിൽ നിന്ന്. അങ്ങനെ ആ ഒരു പോപ്മക്കിൻ്റെ അതൊരു ഭയങ്കര ട്രോമയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എപ്പോൾ ഈ ഗിറ്റാർ തൊട്ടാലും പോപ്മക്കിന് ആ ഒരു ട്രോമയാണ് മൈൻഡിലേക്ക് വരുന്നത്. ആൻഡ് ഇത് രണ്ട് സീനും മാറി മാറി കാണിക്കുവാണ്. ലാസ്റ്റ് പോപ്മക്കിൻ്റെ കൈ മുറിയുന്ന വരെ പോപ്മക്ക് ഇങ്ങനെ ഈ ഗിറ്റാറിൽ കളിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പോപ്മക്ക് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. ആ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ സണ്ണ് വന്നിട്ട് പോപ്മക്കിൻ്റെ തലയിൽ ഇങ്ങനെ പിടിച്ചൊന്ന് തടവുവാണ്. അങ്ങനെ തടവുന്ന സമയത്ത് പെട്ടെന്ന് പോപ്മക്ക് നമ്മുടെ സണ്ണിനെ നോക്കിയിട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ആ ഫ്ലാഷ് ബാക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സോളാറും പോപ്മക്കും അവർ ആ ഒരു റൂം ഷെയർ ചെയ്യുന്ന ഒരു ടൈമില്ലേ, ആ ടൈമിൽ ഇങ്ങനെ സോളാർ പോപ്മക്കിനോട് ചോദിക്കുവാണ്, നീ എന്തിനാ പാട്ട് കിറ്റ് ചെയ്തത്, നീ നല്ലോണം വായിക്കുന്നായിരുന്നല്ലോ. ആ ടൈമിൽ നമ്മുടെ പോപ്മക്ക് പറയുന്നുണ്ട്, ഒന്നുമില്ലടാ, ഞാൻ വെറുതെ എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് പോയിട്ട് ഞാൻ ക്വിറ്റ് ചെയ്തതാണ്, ഈ കാര്യമൊന്നും ആരോടും പറയുന്നില്ലേ. അങ്ങനെ ഇവർ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ സോളാർ ആണെങ്കിൽ പോപ്മക്കിൻ്റെ പഴയ ഒരു വീഡിയോ, അതായത് അന്നത്തെ ആ ഒരു ഗിറ്റാറിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ വീഡിയോ, പൊട്ടിക്കുന്നതിനൊക്കെ മുമ്പുള്ള ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട്, കണ്ടോ എത്ര വൃത്തിക്കാണ് വായിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ആ വീഡിയോ നോക്കിയിട്ട് നമ്മുടെ പോപ്മക്ക് ആണെങ്കിൽ പൊട്ടി പൊട്ടി കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ ആണെങ്കിൽ പോപ്മക്കിനെ സമാധാനിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്, അതായത് കെട്ടിപ്പിടിച്ച് തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടാണ് സമാധാനിപ്പിക്കുന്നത്. ആൻഡ് ഫ്ലാഷ് ബാക്ക് അവിടെ എൻഡ് ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് പോപ്മക്ക് വീണ്ടും ആ ഗിറ്റാറിൽ തൊടുമ്പോൾ, അത്രയും നാളതിൽ തൊടുമ്പോൾ ആ അടിച്ചു പൊട്ടിക്കുന്ന രംഗമാണ് നമ്മുടെ പോപ്മക്കിൻ്റെ മൈൻഡിലുണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ പോപ്മക്ക് ആ ഗിറ്റാറിൽ തൊടുമ്പം ആ അമ്മ വരുന്നതിന് തൊട്ട് മുന്നേ എത്രത്തോളം സന്തോഷത്തിലായിരുന്നു താനത് വായിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പോപ്മക്കിൻ്റെ മൈൻഡിൽ വരുന്നത്. സോ പോപ്മക്കിന് മനസ്സിലായി, ഇനി എന്നെ കൊണ്ട് സമാധാനത്തിൽ ഗിറ്റാർ വായിക്കാൻ പറ്റും. ആൻഡ് ആ സന്തോഷത്തിൽ പോപ്മക്കും നമ്മുടെ സണ്ണും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി വരുവാണ്. ആ നമ്മുടെ
പോപ്മക്കാണ് റോഡിലോ നിൽക്കുന്നത്. ആ പോപ്മക്കിന് നേരൊരു വണ്ടി ഇടിക്കാൻ വരുന്നത് പോലെ കാണിച്ചിട്ട് സീൻ അവിടെ കട്ട് ചെയ്യുവാണ്. അടുത്ത സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് പോപ്മക്കിന്റെ അമ്മയാണ്. പുള്ളിക്കാരത്തി കുറെ പോപ്മക്കിനെ വിളിക്കുന്നുണ്ട്, ബട്ട് കോൾ എടുക്കുന്നില്ല. ആൻഡ് ലാസ്റ്റ് ടൈം ഒന്നും കൂടെ കോൾ ചെയ്യുമ്പോഴത്തേക്കും കോൾ എടുക്കുവാണ്. അത് കോൾ എടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങൾ പോപ്മക്കിന്റെ അമ്മയാണ്, പോപ്മക്ക് ഹോസ്പിറ്റലിലുള്ളതെന്ന് പറയുന്നു. അങ്ങനെ പോപ്മക്കിന്റെ അമ്മയാണെങ്കിൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് കോമഡിയാണ്. അതായത് പുള്ളിക്കാരത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേ പിരമിഡിൽ നിന്ന് നേരെ ഇറക്കിക്കൊണ്ട് വന്ന മമ്മീനെ പോലത്തെ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു നഴ്സ് വരുന്നുണ്ട്. പാവം എന്തോ ആക്സിഡന്റ് പറ്റിയിട്ട് ഇങ്ങനെ ഫുള്ള് കെട്ടി വെച്ചേക്കുവാ, വായടക്കം കെട്ടി വെച്ചേക്കുവാ. പക്ഷേ ഈ പോപ്മക്കിന്റെ അമ്മ വിചാരിച്ചത് പോപ്മക്കാണ്. പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് അങ്ങ് കരച്ചിൽ തുടങ്ങി, എന്റെ മോനെ നിന്റെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ പുള്ളിക്കാണെങ്കിൽ, ഈ അസുഖം പറ്റിയിരിക്കുന്ന പുള്ളിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല, എന്റെ പൊന്നു പെണ്ണുമ്പുള്ള ഞാൻ നിങ്ങളുടെ മോനല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം വായടക്കാണ് മൂടിപ്പൊട്ടി വെച്ചേക്കുന്നത്. ആ ടൈമിൽ അവിടെ പോപ്മക്ക് ബാക്കി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്തോത്തിനാ അമ്മയെ കണ്ടവന്മാരുടെയൊക്കെ മുമ്പിൽ കുത്തിയിരുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അപ്പൊ നീ അല്ലായിരുന്നു, നീ സത്യമില്ലായിരുന്നു എടാ, അപ്പോൾ നീ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പോപ്മക്ക് കൈ കാണിക്കുന്നുണ്ട്, കണ്ടോ ഈ മുറിവ് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ, ഈ കുഞ്ഞിറാണ്ട മുറിവ് കെട്ടാനാണോടാ നീ എന്നെ കൊണ്ട് 1/2 ലിറ്റർ കണ്ണീർ ഇവിടെ കളയിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീൻ അവിടുന്ന് മാറി. അടുത്ത സീൻ കാണിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ പോപ്മക്കിന്റെ അമ്മയും പോപ്മക്ക് വരുന്ന് സംസാരിക്കുന്നതാണ്. അതായത് പോപ്മക്ക് പറയുന്നുണ്ട്, അമ്മ പ്ലീസ് ഇനിയെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എന്നെ വിടണം. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറ്റിയില്ലായിരുന്നു, പക്ഷെ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഗിറ്റാർ തവിട് പൊടിയായി പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് മോശം വരുന്നൊന്നും ചെയ്യില്ല അമ്മേ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പോപ്മക്കിന്റെ അമ്മ പറയുന്നു, ഓക്കെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയായിരുന്നു ചെയ്തത്, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തോ, അമ്മ സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സണ്ണ് വന്നിട്ട് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എന്നാ പിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അവിടെ കൊണ്ട് ആ സീൻ എൻഡ് ചെയ്യുവാണ്. അടുത്ത സീന് പിറ്റേ ദിവസം സ്കൂളാണ് കാണിക്കുന്നത്. നമ്മുടെ പോപ്മക്കിന്റെ അമ്മയാണെങ്കിൽ അവൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലൊക്കെ വന്ന് എല്ലാം നോക്കാൻ വേണ്ടി വരുവാണ്. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പാളും ജെയും സോളാറും കൂടെയാണ് പോപ്മക്കിന്റെ ക്ലാസ്സിലേക്ക് അമ്മേനെ കൊണ്ട് പോകുന്നത്. പോപ്മക്ക് ഇത് അറിഞ്ഞിട്ടില്ല. ആൻഡ് അമ്മ പുറത്തുനിന്ന് പോപ്മക്കിന്റെ ക്ലാസ് കേൾക്കുവാണ്. പോപ്മക്കാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് പിള്ളേരെ നല്ല എൻജോയ് ചെയ്ത് പഠിപ്പിക്കുവാണ്. ആ ടൈമിൽ പോപ്മക്കിന്റെ അമ്മ ക്ലാസ്സിലേക്ക് കയറി വരുവാണ്. അപ്പൊ പോപ്മക്കിന് ഭയങ്കര അത്ഭുതമാവുന്നുണ്ട്. ആൻഡ് ഈ അമ്മയാണെങ്കിൽ പോപ്മക്ക് ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നേക്കുന്നത്. അതായത് സംഭവം ഒരു ഗിറ്റാറാണ്. ആൻഡ് അവിടുന്ന് പോപ്മക്ക് ഗിറ്റാറൊക്കെ തുറന്നെടുക്കുന്നു. അപ്പൊ പിള്ളേരെല്ലാം പറയുന്നുണ്ട്, സാർ ഒരു പാട്ട് പാടുന്ന് പറയുമ്പോഴത്തേക്കും പോപ്മക്ക് അവിടുന്ന് പാട്ട് പാടുന്നു. എല്ലാവരും ഇതിങ്ങനെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുവാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. ഇവരൊരു പൂൾ പാർട്ടി പോലെ ഒരു പൂളിന്റെ സൈഡിൽ ഇവർ 3 ആൾ ഇരിക്കുക. അതായത് പോപ്മക്കിന്റെ അമ്മ, പോപ്മക്ക്, പിന്നെ നമ്മുടെ സോളാർ. ഇപ്പൊ സണ്ണല്ല സോളാറാണ്. ആൻഡ് ഇവന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇനി ഈ സണ്ണ് സോളാറായി മാറിയില്ലെങ്കിലോ, ഇങ്ങനെ തന്നെ അങ്ങ് പോവാണ്, ഇനി എന്ത് ചെയ്യും പോപ്മക്ക് എന്ന് ചോദിക്കുമ്പോൾ പോപ്മക്ക് പറഞ്ഞുകൊണ്ട്, എന്റെ പൊന്നമ്മേ നല്ലൊരു സമയമായിട്ട് മൂടുകളയല്ലേ. അപ്പൊ പറഞ്ഞു, എടാ ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞാണ്, അങ്ങനെയാണ് എന്ത് ചെയ്യും. അപ്പൊ നമ്മുടെ പോപ്മക്ക് പറയുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല, ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് എത്തി എന്ന് പറയുമ്പോഴത്തേക്കും പോപ്മക്കിന്റെ അമ്മ പറയാ, ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കൊച്ചുങ്ങളെ നോക്കി എനിക്ക് നല്ല പരിചയമാണെന്നും പറയുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോപ്മക്കിന്റെ അമ്മയാണെങ്കിൽ ആ ഗിറ്റാർ എടുത്തിട്ട് പോപ്മക്കിനോട് പറഞ്ഞിട്ട്, ഒരു പാട്ട് പഠിക്കാൻ ഞാനത് കേൾക്കട്ടെ. അപ്പോൾ പോപ്മക്കെ ഇപ്പോഴോ നീ പാടാ എന്ന് പറഞ്ഞിട്ട് പോപ്മക്കിന്റെ അമ്മയാണെങ്കിൽ വീഡിയോ എടുക്കുവാണ്. ആൻഡ് ആ വീഡിയോ എന്നിട്ട് സോളാറിനോട് പറഞ്ഞിട്ട്, ഞാൻ നിനക്ക് ഇന്നലെ നീ നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സോളാർ ആണെങ്കിൽ ആ വീഡിയോ അവന്റെ അമ്മയ്ക്കും അയക്കുന്നുണ്ട്. അവിടെ നമ്മളെ കാണിക്കുന്നത് സോളാറിന്റെ അമ്മ ഈ വീഡിയോ കാണുന്നതാണ്. പക്ഷെ പുള്ളിക്കാരത്തിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ഒരു പ്രത്യേക വിധത്തിൽ പുള്ളിക്കാരത്തെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത് പോപ്മക്കിന്റെ അമ്മ എല്ലാം പോയി. ഇവർ രണ്ടുപേരും പൂളിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആൻഡ് നമ്മുടെ സോളാർ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ലക്കിയാണ് നിന്നെ ബോയ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയതിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോപ്മക്ക് പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൂളിന്റെ സൈഡിൽ ഇരിക്കുന്ന കാണിച്ചുകൊണ്ട് ആ എപ്പിസോഡ് അവിടെ എൻഡ് ചെയ്യുവാണ്. എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതിന്റെ വീഡിയോ സെക്ഷനിൽ കാണാൻ കഴിയില്ല. ഇതിന്റെ 1 തൊട്ട് 5 വരെയുള്ള എപ്പിസോഡ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും കാണാൻ പറ്റുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. എല്ലാവർക്കും ബൈ.